വാർത്തയിലേക്ക് ബി.ജെ.പി. സംസ്ഥാന പരിസ്ഥിതി സെൽ കൺവീനറായി എം.എൻ. ജയചന്ദ്രനെ പ്രഖ്യാപിച്ചതിനെതിരെ വിമർശനം ശക്തം. സംഘപരിവാർ ഹാൻഡിലുകളിലടക്കം എം.എൻ. ജയചന്ദ്രനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. ആനപരിപാലനവുമായി ബന്ധപ്പെട്ട ജയചന്ദ്രന്റെ ഹർജി ഉയർത്തിക്കാട്ടിയാണ് വിമർശനം. ജയചന്ദ്രനെ പരിസ്ഥിതി സെൽ കൺവീനറാക്കിയതിൽ പാർട്ടിക്കകത്തും അതൃപ്തിയുണ്ട്. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകും. നടരാജ്, എന്താണ് ജയചന്ദ്രനെതിരെ ശക്തമായ വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരാൻ കാരണം? ദിവ്യ, കഴിഞ്ഞ ദിവസമാണ് ബി.ജെ.പിയുടെ സംസ്ഥാന പരിസ്ഥിതി സെല്ലിന്റെ കൺവീനറായി എൻ.എം. ജയചന്ദ്രനെ നിയമിച്ചുകൊണ്ടുള്ള ഒരു അറിയിപ്പ് വന്നത്. ഇദ്ദേഹം ഇടുക്കി സ്വദേശിയാണ്, പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്, നിരവധി പരിസ്ഥിതി വിഷയങ്ങളിലൊക്കെ തന്നെ പ്രതികരിച്ചിട്ടുള്ള ആളാണ്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടും ആന എഴുന്നള്ളിപ്പ്, ആന പരിപാലനവുമായി ബന്ധപ്പെട്ടും പലതവണ ഹർജി നൽകിയ ഒരാളാണ് ജയചന്ദ്രൻ. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ പാർട്ടി പരിസ്ഥിതി സെല്ലിന്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും അതൊരു വിമർശനത്തിന് കാരണമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പൂരം, ആചാരം തുടങ്ങിയ കാര്യങ്ങൾക്കായി പാർട്ടി മുന്നിട്ട് നിൽക്കുമ്പോഴും വാദിക്കുമ്പോഴും അതിൽ ആനയ്ക്കെതിരെയും മറ്റും ഹർജി നൽകിയ ആളെ തന്നെ നേതൃനിരയിലേക്ക് കൊണ്ടുവന്നതിനെതിരെയാണ് വിമർശനം ശക്തമായിരിക്കുന്നത്. സംഘപരിവാർ ഹാൻഡിലുകൾ, സംഘപരിവാർ അനുകൂലമായ ഫേസ്ബുക്ക് പേജുകൾ തുടങ്ങിയവയിലാണ് ജയചന്ദ്രനെതിരെ വിമർശനം വന്നിട്ടുള്ളത്. അതായത് തൃശ്ശൂർ പൂരത്തിലെ ആന എഴുന്നള്ളിപ്പ് തടയാൻ കോടതിയിൽ പോയ ആളെയാണ് കൺവീനറാക്കിയത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റുകൾ. പൂരം ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടത്തിയ ഇടുക്കിക്കാരൻ ജയചന്ദ്രനെ നിങ്ങൾ മറന്നുപോയോ എന്നും ഹാൻഡിലുകൾ ചോദിക്കുന്നുണ്ട്. ഇത് നേരത്തെ ഇദ്ദേഹത്തെ ഈ പദവിയിലേക്ക് കൊണ്ടുവരുന്നത് കെ സുരേന്ദ്രൻ വിഭാഗത്തിൽ അതൃപ്തി ഉണ്ടായിരുന്നെന്നും അവർ ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയിരുന്നു എന്നുമാണ് വിവരം. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ നേതൃത്വം ഇദ്ദേഹത്തെ ഈ ഒരു റോളിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അതിൽ പാർട്ടിക്കകത്തും പലർക്കും അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇതൊക്കെ തന്നെയാണ് സംഘപരിവാർ ഹാൻഡിലുകളിൽ പോസ്റ്റുകളായി നിറയുന്നതും. എന്തായാലും ഇത്തരത്തിലൊരു ആചാര സംരക്ഷണത്തിലുള്ളൊരു നിലപാടെടുക്കുമ്പോൾ ആനയ്ക്കെതിരെയും മറ്റും ഹർജി നൽകിയ ഒരാളെ തന്നെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നത് വഴി പാർട്ടി തന്നെ വിമർശനത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ബി.ജെ.പിയിൽ കാണുന്നത്.